സാറേ, എല്ലാ കാലത്തും നാം VSന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു അത്ഭുതമാണ്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിന്നല്ലേ, തൊഴിലാളികൾക്കിടയിൽ നിന്നാണ് പിന്നീട് മുഖ്യമന്ത്രി കസേര വരെ എത്തുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ പിണറായി വിജയൻ മറന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് ചരിത്രവുമായെല്ലാമായി ബന്ധപ്പെട്ട ഒരു ലേഖനത്തിലാണ് VS അച്യുതാനന്ദൻ എന്ന ആ ജനകീയനായ മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ മറന്ന് ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. അല്ലേ? അല്പത്തരമൊന്നല്ല. അതിനെക്കുറിച്ച് എന്താ പറയേണ്ടത്? ഗുരുനിന്ദ എന്ന് പറയും വിശ്വാസമുള്ളവരാണെങ്കിൽ. ഈശ്വരന് വിശ്വാസമുള്ളവർക്കാണ്. ഗുരു വന്ദനത്തിൽ വിശ്വാസമുള്ളവർക്ക്. ഇദ്ദേഹത്തിന് അതൊന്നുമില്ല. അങ്ങനെയുള്ള സ്ക്രൂപ്പിൾസ് ഒന്നും ഇല്ലാത്ത ആളാണ്. അൺസ്ക്രൂപ്പുലസ് ഡിക്റ്റേറ്റർ ആണ് ഇദ്ദേഹം. ഈ VS അച്യുതാനന്ദനാണ് പിണറായി വിജയനാക്കി മാറ്റിയത്. അത്രയേ ഉള്ളൂ. അതായത് EK നയനാരുടെ CITU ലോബിയായിട്ട് ചേർന്ന് EK നയനാർ ഒരു വശത്തും VS അച്യുതാനന്ദൻ മറുവശത്തുമായിട്ടുള്ള ഒരു ദ്വന്ദ്വയുദ്ധം തന്നെ നടന്നിരുന്നു. ആ കാലത്ത് EK നയനാർക്കെതിരെ VSനെ സഹായിച്ചുകൊണ്ട് VSൻ്റെ പാദസേവകനായിട്ട് നിന്ന ആളാണ് പിണറായി വിജയൻ. അതാണ് അതിൻ്റെ സത്യം. ഒരു കാലത്ത് പാർട്ടിയുടെ ശക്തി കണ്ണൂരിൽ MV രാഘവനായിരുന്നു. ബദൽ രേഖയുടെ പേരിൽ MV രാഘവൻ പാർട്ടി വിട്ട് പോയി കഴിഞ്ഞു. അദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞു. പുറത്താക്കേണ്ട ഒരു കാര്യമില്ല. കാരണം സമാനമായ സാഹചര്യങ്ങളെക്കുറിച്ച് പാർട്ടി പലതവണ പിന്നെ ചർച്ച നടത്തി. നയരേഖയുടെ പേരിൽ ഇത്രയും ശക്തനായ ഒരു നേതാവിനെ അവർക്ക് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു. തെറ്റായിപ്പോയി അത്. അതിന് പകരമായിട്ട് വന്ന ശക്തനായിട്ടുള്ള നേതാവ്, കരളുറപ്പും ചങ്കുറപ്പും എല്ലാം ഉള്ള ആളുകൾ, സമ്മതി കരുത്തനായിട്ടുള്ള ഉരുക്കു മനുഷ്യൻ തന്നെയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ്. പക്ഷേ ഉരുക്കു മനുഷ്യനായതുകൊണ്ട് കേരള ചരിത്രത്തിൽ നിന്ന് VS അച്യുതാനന്ദൻ്റെ സ്ഥാനം മോഷ്ടിച്ചെടുക്കാനുള്ള കരുത്തൊന്നും അദ്ദേഹത്തിനില്ല. ചരിത്രം പരിഹസിക്കുകയുള്ളൂ. കാരണം ചരിത്രം അദ്ദേഹത്തിന് മാപ്പ് നൽകുമെന്നുള്ള പ്രശ്നം അവിടെ ഇരിക്കട്ടെ, അങ്ങനെയൊന്നും വരുന്നില്ല. പിണറായി വിജയൻ ചിന്താവാരികയിൽ ഒരു ലേഖനം എഴുതിയതുകൊണ്ട് ഒരു ചുണ്ണാമ്പും സംഭവിക്കാൻ പാടില്ല. VS അച്യുതാനന്ദൻ കരുത്തുറ്റ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗധേയം അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നപ്പോഴും അധികാരത്തിരുന്നപ്പോഴും സ്ഥാപിച്ചെടുത്തു. അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നപ്പോഴാണ് ഏറ്റവും അധികം കരുത്തനായത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ശക്തമായിട്ട് പാരിസ്ഥിതിക അനുകൂലമായിട്ടുള്ള നിലപാടുകൾ, സ്ത്രീപക്ഷ അനുകൂല നിലപാടുകൾ. മറ്റ് ഏതൊരു നേതാവിനാണ് ധൈര്യം ഉണ്ടായിട്ടുള്ളത്? കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നുണ്ട്. അതിൻ്റെ ലക്ഷ്യം 2047 കേരളത്തെ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളതാണെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഏത് കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നത്? ഒരുത്തനെങ്കിലും ഉണ്ടോ? ഉണ്ടോ ധൈര്യം ആർക്കെങ്കിലും? പിണറായി വിജയനുണ്ടോ? ഇല്ല. മുസ്ലിങ്ങളെ ഹിന്ദുവിലൊരു ലേഖനം എഴുതിയതിൻ്റെ പേരിൽ വ്യാഖ്യാനിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് എന്തെല്ലാം നിലപാടുകൾ മാറ്റേണ്ടി വന്നു. ഞാനത് എഴുതിയതാ, ഇത് സത്യമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം അദ്ദേഹത്തിനുണ്ടായിരുന്നു. VSന് അതുണ്ട്. എന്താ, ഒരൊറ്റയാളും ഒരു അക്ഷരം പറഞ്ഞില്ലല്ലോ, ഒരു ഭീഷണിയും ഉണ്ടായില്ലല്ലോ. മൗനത്തിൻ്റെ പത്മീകത്തിൽ അദ്ദേഹം ഇന്നും കഴിയുന്നുണ്ട്. പക്ഷേ പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ ഒരു ലേഖനം എഴുതിയത് കൊണ്ട് ഹീസ് എക്സ്പോസിംഗ്. അദ്ദേഹത്തിന് എന്തായിരിക്കും ഈ VS അച്യുതാനന്ദനോട് ഇത്ര പക? നമുക്കറിയാമല്ലോ. VS അച്യുതാനന്ദൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാതയിൽ കൂടി സഞ്ചരിച്ചു. അന്നേ തർക്കങ്ങളൊക്കെ ഉണ്ടായതാണ്. പിണറായിയുടെ പല പിണറായിക്ക് അഴിമതിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് തിരുത്തൽവാദമുണ്ട്. ഇതിനെ രണ്ടിനും എതിർത്തു. ഇപ്പം ഇത് തെളിഞ്ഞല്ലോ. ഇപ്പം ഏത് പാതയിൽ കൂടെ പിണറായി സഞ്ചരിച്ചുകൊണ്ടിരിക്കും? മുതലാളിത്ത പാതക, പ്രൊട്ടക്ഷനിസ്റ്റ് നയത്തിൻ്റെ പാതയിൽ കൂടി, മുതലാളിത്ത ചങ്ങാത്തത്തിൻ്റെ പാതയിൽ കൂടി സഞ്ചരിച്ചിരിക്കും. ഇതായിരുന്നു അടിസ്ഥാനപരമായിട്ട് പ്രശ്നമുണ്ട്. പത്രക്കാരോട് അദ്ദേഹം തുറന്നു തന്നെ പറഞ്ഞതാ, ഞങ്ങൾ തമ്മിൽ അടിസ്ഥാനപരമായ വിഷയങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഈ എതിർപ്പുകൾ വരുന്നതെന്നാണ് പറഞ്ഞത്. പിണറായി മുഖ്യമന്ത്രിയും ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നപ്പോൾ വാസ്തവത്തിൽ പാർട്ടി സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയെ തിരുത്തേണ്ടത്. മറിച്ച് അവിടെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയെ തിരുത്തിക്കൊണ്ട് ഒതുക്കിക്കൊണ്ട് വെട്ടിനിരത്തി ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഈ ലേഖനത്തിലൂടെ അദ്ദേഹം അത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് കൊലവെറി രാഷ്ട്രീയത്തിൻ്റെ ഉദാഹരണമാണ്. കൊലവെറി രാഷ്ട്രീയം എന്ന് പറയാം. പകയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പോരാ, കൊലവെറി. അച്യുതാനന്ദനെ ഇല്ലാതാക്കണം. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാലും ഈ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ഒരു ഓർമ്മ പോലെ. അതെ, ട്രോട്സ്കിക്കെതിരെ സ്റ്റാലിൻ എടുത്ത നിലപാട് പോലെയുള്ള ഒരു നിലപാട് തന്നെയാണ് ട്രോട്സ്കിക്കെതിരെ. കമ്മ്യൂണിസ്റ്റ് ചൈനയിലും ഇതുപോലുള്ളത് കാണാം. അധികാരത്തിൽ ഇരിക്കുന്ന ആളെ പെട്ടെന്ന് കൊന്നിട്ട് മറ്റൊരാൾ അധികാരത്തിൽ വരിക. ഈ ആൾ അധികാരത്തിൽ വരുമ്പോൾ തൻ്റെ ശത്രുക്കളെ മുഴുവൻ കൊല്ലുക. സ്റ്റാലിൻ്റെ ഭരണകാലത്ത് ധാരാളമായിട്ട് കണ്ടു. സ്വന്തം മക്കളെ പോലും. സ്വെറ്റ്ലാന എന്ന് പറയുന്ന മകൾ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ ദ റെയിൻ ഓഫ് ടെറർ, അതിനെക്കുറിച്ച് അവർ പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. സ്വെറ്റ്ലാന എന്ന് പറയുന്ന സ്റ്റാലിൻ്റെ മകൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സ്റ്റാലിനിസ്റ്റിക് സ്റ്റാലിൻ എന്നാണ് കരുണാനിധിയുടെ മകൻ്റെ പേരെങ്കിലും
യഥാർത്ഥ സ്റ്റാലിൻ ഇദ്ദേഹം തന്നെയാണ്. ആ പക വെച്ച് പുലർത്തിക്കൊണ്ട് ഇപ്പം കേരളത്തിലിപ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ആ ശീത കാറ്റടിക്കുന്നതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തതാണ്. അല്ലെങ്കിൽ കൊല്ലണമെങ്കിൽ കൊല്ലാനും പഠിക്കാത്ത ഒരാളാണ്. അതാണല്ലോ ടി.പി. ചന്ദ്രശേഖരനെ കൊന്നു കഴിഞ്ഞിട്ട് ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താതെ കുലംകുത്തി എന്ന് വിളിച്ചത്. ആ കുലംകുത്തിക്കുള്ള അച്യുതാനന്ദൻ്റെ മറുപടിയായിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര നടന്ന ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പോയി കെ രമയെ ആശ്ലേഷിച്ചുകൊണ്ട് സ്നേഹപ്രകടനം നടത്തിയത്. ആ സ്നേഹത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്നേഹത്തിൻ്റെ, മനുഷ്യ സ്നേഹത്തിൻ്റെ വിളംബരമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരൻ മനുഷ്യസ്നേഹിയായിരിക്കണം. സ്നേഹത്തിൻ്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, വെറുപ്പിൻ്റെ പാർട്ടിയല്ല, കൊലവെറിയുടെ പാർട്ടിയല്ല. ഈ പിണറായിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ അഴിമതികളും അറിയാമല്ലോ, തുടർക്കഥകൾ പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് VS ഉണ്ടായിരുന്നെങ്കിലെന്നാണ്. VS ഉണ്ട്, ഇപ്പോഴും VS ഉണ്ട്, പാർട്ടിയിൽ VS ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ എല്ലാം പേടിത്തൊണ്ടന്മാരായപ്പോൾ എന്ത് ചെയ്യും? പാർട്ടിയിൽ ഒരൊറ്റ ധൈര്യം ഉള്ള ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ, അത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിനെ പേടിച്ചിരിക്കുന്നവരുമാണെന്ന് CPM-ലുള്ളത്. മറ്റൊരു ധൈര്യമുള്ള ആളെന്ന് പറയുന്നത് VS അച്യുതാനന്ദനാണ്. ആ ധൈര്യം എന്ന് പറഞ്ഞാൽ വെറുപ്പിൻ്റെ ധൈര്യമല്ല, പകയുടെ ധൈര്യമല്ല, ഒരു ഭീകരവാദിയെപ്പോലുള്ള ധൈര്യമല്ല, മനുഷ്യസ്നേഹിയുടെ ആർജവത്തിൻ്റെ ചങ്കൂറ്റമാണ്. സത്യം തുറന്നു പറയാനുള്ള ആർജവം, അതിൻ്റെ ധൈര്യമാണ്. മറ്റൊന്ന് നെഗറ്റീവ് രാഷ്ട്രീയത്തിൻ്റെ, അഴിമതിയുടെ ഒക്കെ കാണിക്കാനുള്ള, ഭീകരന്മാരൊക്കെ കാണിക്കുമല്ലോ, അഴിമതിയും കാണിച്ച് മയക്കുമരുന്നിൻ്റെ കച്ചവടമൊക്കെ കാണിക്കുന്ന ആ ധൈര്യം, ചാവേറിൻ്റെ ധൈര്യം, അതാണ് മറുവശത്ത്. തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. VS പറഞ്ഞത് വളരെ ശരിയാണ്, അവർ തമ്മിൽ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഒരു തവണ മാത്രം പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പാർട്ടിയുടെ നിധിയാണ് VS എന്ന്. എന്ത് നിധിയാണോ എനിക്കറിയില്ല, ഉദയനിധിയെ ഉദ്ദേശിച്ചാണോ എന്തോ അതിൽ ചതിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അദ്ദേഹത്തിന് മനസ്സിൽ ആത്മാർത്ഥമായിട്ട് VS-നെ കുറിച്ച് ഒരു മതിപ്പുമില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ കണ്ടതാണ് ഇവിടെ. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടന്നിട്ടുള്ള പല പ്രവർത്തനങ്ങളെ കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നില്ലല്ലേ? അതെ, അദ്ദേഹത്തിന്റെ മാത്രമോ ഇവിടെ ഈ ഇടതുപക്ഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. ശരിക്കും അച്യുതമേനോന്റെ കാലത്താണ് കേരളം ഇത്രയും പുരോഗമിച്ചത്. പുരോഗമനപരമായ നയങ്ങൾ ഏറ്റവും കൂടുതൽ നടപ്പാക്കിയത്, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ട് കേരളത്തിൻ്റെ വികസനം, CDS, അതുപോലെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ലോകപ്രസിദ്ധമായ സ്ഥാപനങ്ങൾ വഴി കേരളത്തിൻ്റെ യശസ് ലോകമൊട്ടാകെ വ്യാപിപ്പിച്ചത് അച്യുതമേനോനാണ്. ഈ അതെ, ഇനി ഇങ്ങനെയാണെങ്കിൽ 2016 കേരള രൂപീകരിച്ചതെന്നും അല്ലേ? അതെ, മറക്കാൻ പറ്റാത്ത ഒന്നാണ്. ശേഷമാണ് ഈ കേരളത്തിൽ വികസനം വന്നതെന്നും പുതിയ നയരേഖകളും ലേഖനമെല്ലാം വരുമായിരിക്കും. അല്ല, വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. VS മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് മൂന്നാറിലേക്ക് മിഷൻ നടത്തിയത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഓഫീസ് അവിടെ പോകുമെന്ന് അറിഞ്ഞപ്പോഴാണ് അതിനെതിരെ പാരകളുണ്ടായതും കേസ് പോയതും. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഈ കേസുകൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ തീരുമാനം ഉണ്ടാകത്തില്ല. ഒരിക്കലും ഈ നമ്മൾ പറയുന്ന ഈ അവിടുത്തെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ കഴിയില്ല. കാരണം കേസൊരെണ്ണം കൊടുത്താൽ മതി, അത് കാലങ്ങളോളം നീട്ടിക്കൊണ്ട് പോകാം. ഗവൺമെൻറ് വക്കീൽ അവരിൽ നിന്ന് പണവും വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, കേസ് അവിടെ അടഞ്ഞു, അവർക്ക് അനുകൂലമായിട്ട് വിധി വരും, ഗവൺമെൻറ് തോറ്റുപോകും. എപ്പോഴും തോറ്റു കൊടുക്കാനുള്ള ഒന്നായിട്ടാണ് ഗവൺമെൻറ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇത് ലാൻഡ് റവന്യൂ കമ്മീഷണർമാർ തന്നെ പലപ്പോഴും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. പല ലാൻഡ് റവന്യൂ കമ്മീഷണർമാരും ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ടുള്ളവരുമാണ്. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഇപ്പോഴും അത് അഭംഗുരം നടന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഈ 5 ലക്ഷം രൂപയുടെ കടം കേരളത്തിലെ ഓരോ പൗരനും തലയിലേറ്റിക്കൊണ്ട് ശിരസ വഹിച്ചുകൊണ്ട് നടക്കുന്നത്. അതാണ് എൻ്റെ സത്യം. അതിനിടയ്ക്ക് ഒരു വെളിച്ചമായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് നമ്മൾ യോജിച്ചില്ലെങ്കിൽ ഇതിനിടയിൽ തന്നെ മറ്റൊരു കാര്യം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ പാർട്ടി സമ്മേളനത്തോടു കൂടി തന്നെ കൂടുതൽ കരുത്തനായല്ലേ പിണറായി വിജയൻ? കരുത്തനായെന്നല്ലല്ലോ, അദ്ദേഹം കരുത്തനാണ്. അതുകൊണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ ഒതുക്കേണ്ടവരെ മുഴുവൻ ഒതുക്കി നശിപ്പിച്ച് നാറാണക്കൽ വെച്ച് കഴിഞ്ഞു. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ഭീഷണിയായിട്ട് അദ്ദേഹത്തിൻ്റെ മരുമകൻ അടുത്ത മുഖ്യമന്ത്രിയാവുന്നതിനെ തടസ്സമായിട്ട് നിൽക്കാവുന്നവരെ എല്ലാം ഇല്ലാതാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നയമാണോ കോൺഗ്രസിനുമായിട്ട് സഖ്യം വേണ്ടെന്നുള്ള നയമാണിപ്പോൾ മധുര കോൺഗ്രസിൽ വെച്ചിട്ട് നടക്കാൻ പോകുന്നത്. അതാണ് നടപ്പാക്കാൻ പോകുന്നത്. പാർട്ടിയിലെ അതീശ ശക്തി, അതായത് എതിർവായില്ലാത്ത ഒരേ ഒരു ശക്തിയായിട്ട് മാറുകയാണ്. കാരണം പ്രകാശ് കാരാട്ടിൻ്റെ നയങ്ങളുമായിട്ടാണ് അദ്ദേഹം ഇന്ന് യോജിച്ചു പോയിട്ടുള്ളത്. അതിന് തടസ്സമായിട്ട് നിന്ന് സീതാറാം യെച്ചൂരി എന്നേ പോയി കഴിഞ്ഞല്ലോ. VS അച്യുതാനന്ദൻ മൗനത്തിൻ്റെ വൽമീകത്തിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കുകയല്ലേ.
അപ്പോൾ ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം തന്നെ കാലം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തുറന്നിട്ട് കൊടുത്തിരിക്കുക. ഇനി അദ്ദേഹം അത് വെച്ചങ്ങ് പെരുമാറും. ഇനി അതാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ വേറൊരു കാര്യമാണ്, മറുവശത്തൂടെ ഈ ജനങ്ങളെല്ലാം എം.എൻ. വിജയൻ പറഞ്ഞതുപോലെ പാർട്ടി നിലനിൽക്കും, പക്ഷേ ആളുകൾ ഉണ്ടാവുകയില്ല, ആളുകൾ ചോർന്നു പോകും. അതാണിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.